2019 റിലീസായ മൈ ബെസ്റ്റ് സമ്മർ എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഗംഗിനെ കാണിച്ചുകൊണ്ടാണ്. ഗംഗ് ഇപ്പോ ആ നാട്ടിലെ മികച്ച ഒരു ഹൈസ്കൂളിലേക്ക് എൻട്രൻസ് ഒക്കെ എഴുതി പ്രവേശനം നേടി അങ്ങനെ ഫസ്റ്റ് ഡേ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തുന്ന അവൾക്കുകാരി അതേ ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന കാര്യം ഗംഗിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ജിയാന്റെ കൂടെ ഗംഗ് അവളുടെ ഫസ്റ്റ് ഡേ ഹൈസ്കൂളില് കുറെ ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയാണ് ഗംഗിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. അങ്ങനെ ഇവർ ഏത് ഡിവിഷനിലെ കുട്ടികളാണെന്ന് അറിയാൻ ഈ നോട്ടീസ് ബോർഡിലെ ഡിവിഷനും ആ ഡിവിഷനിലെ കുട്ടികളുടെ പേരും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാനായി ജംഗ് പോകുന്നുണ്ട്. പക്ഷെ അവിടെ അവൾക്ക് പെട്ടെന്ന് ആ ലിസ്റ്റ് കാണാനായി സാധിക്കുന്നില്ല. പിള്ളേരെ തടിച്ചുകൂടി നിൽക്കാണല്ലോ. ഒരുവിധം അവൾ ആ ലിസ്റ്റിന്റെ മുന്നിൽ എത്തുമ്പോഴേക്കും അവളുടെ സൈഡിൽ നിൽക്കുന്ന പയ്യൻ ഭയങ്കരമായി ചിരിക്കുന്നു. എന്തെങ്കിലും ഈ പേര് നോക്കി ചിരിക്കുന്നതെന്ന് മറ്റുള്ള അവൾ അവനോട് ചോദിക്കുമ്പോൾ എന്റെ പേരിന്റെ തൊട്ടടുത്ത് എന്റെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ പേര്, അവളുടെയും എന്റെയും പേര് കൂട്ടി വായിച്ചാല് ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ എന്ന അർത്ഥം വരുന്നത്. ഏതാണ്ട് ഒരു സെന്റൻസ് എഴുതിയ കണക്കുണ്ട് ഞങ്ങളുടെ രണ്ടുപേരും പേര് അടുത്തടുത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കണ്ട് ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോഴാണ് അവൻ അതിൽ അവന്റെ പേരിനൊപ്പം കണ്ടത് തന്റെ പേരാണെന്നത് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആ നോട്ടീസില് അവന്റെ പേര് വായിക്കുന്ന അവൾ ഇവന്റെ പേര് യു എന്നത് മനസ്സിലാക്കുന്നുണ്ട്. യു ഹ്വായ് എന്നായിരുന്നു അവന്റെ പേര്. ജംഗിന്റെ പേര് ജംഗ് ജംഗ് എന്ന് തന്നെയാണ്. അപ്പൊ ഈ രണ്ട് പേര് കൂട്ടി വായിച്ചാണ് ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ എന്ന അർത്ഥം വരുന്നത്. അങ്ങനെ ഈ നോക്കി ചിരിച്ച പേര് എന്റെയും കൂടി ആണെന്ന് പറഞ്ഞ് അവൾ അവനെ പരിചയപ്പെടുമ്പോ അവൻ കൈ നീട്ടുന്നുണ്ട് അവൾക്ക് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാനേ. പക്ഷെ അതിനു മുന്നേ അവിടേക്ക് എത്തുന്ന ജിയാൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിലെത്തുമ്പോ ജിയാനെ മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെയും ഗംഗ് പരിചയപ്പെടുന്നുണ്ട്. തുടർന്ന് 3 പേരും പെട്ടെന്ന് നല്ല ഫ്രണ്ട്സ് ആയി മാറുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചർ എത്തി എല്ലാവരോടും സീറ്റിലിരിക്കാനായി ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ക്ലാസിന്റെ ഇൻചാർജ് ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ അതിന്റെ ചെറിയൊരു പരുങ്ങലൊക്കെ ക്ലാസ് ടീച്ചർക്ക് ഉണ്ടായിരുന്നു. സാറാകട്ടെ വന്നപാടെ അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യാനായി പറയുമ്പോൾ തന്റെ കൂടെ ഇരിക്കാനായി ജംഗ് ജിയാനോട് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അപ്പോഴേക്കും ക്രഷ് തോന്നിയ ഒരു പയ്യന്റെ കൂടെ ഇരിക്കാനായിരുന്നു അവൾക്ക് ധൃതി. അങ്ങനെ ഈ ടീം ജംഗിന്റെ അടുത്ത് മറ്റൊരു പയ്യനാണ് ഇരിക്കുന്നത്. തുടർന്ന് സാറ് ക്ലാസ് എടുക്കാനായി എല്ലാവരും സെറ്റിൽ ആയതുകൊണ്ട് തന്നെ ഒരുങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും യു പെട്ടെന്ന് കൈ ഉയർത്തി അവന് ജംഗിന്റെ കൂടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഒരു പയ്യൻ ക്ലാസ്സിൽ ഓപ്പൺ ആയി മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കണം എന്നിങ്ങനെ പറയുന്ന ടീം പെട്ടെന്ന് എല്ലാവരും ഓഹോ ഇവർക്കിടയിൽ എന്താ എന്ന മട്ടിൽ കളിയാക്കുമല്ലോ. അതേ രീതിയിൽ അവിടെ സൗണ്ട് ഒക്കെ ഉയരുമ്പോൾ യുവിന്റെ കൂടെ ജംഗിന് ഇരിക്കണോ എന്ന് സാർ ചോദിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും കേട്ടു ഇപ്പൊ താൻ അവന്റെ കൂടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ അവനത് ഭയങ്കര നാണക്കേടായാലോ എന്ന് തോന്നവൾ അവന്റെ കൂടെ തന്നെ പോയി ഇരിക്കാനായി ഒരുങ്ങുന്നു. ആ സമയം അവൾ അടുത്തേക്ക് എത്തുമ്പോഴേ അവൻ ഭയങ്കര സന്തോഷത്തില് അവൾക്ക് വലിയൊരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ നൽകിയാണ് അവളെ സീറ്റിലേക്ക് ഇരുത്തുന്നത്. അങ്ങനെ അടുത്ത ദിവസം സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്താണ് അവരുടെ സ്കൂളിലെ തന്നെ വളരെ പോപ്പുലർ ആയ ഒരു പയ്യനെ ജംഗ് ശ്രദ്ധിക്കുന്നത്. ആ പയ്യൻ ഫിസിക്സിലൊക്കെ ഭയങ്കര പുലിയാണ്. പക്ഷെ എല്ലാ തവണയും അവൻ കോമ്പറ്റീഷനിൽ വിജയിക്കാറുണ്ടെങ്കിലും ഇത്തവണ അവന്റെ സ്കൂളിൽ നിന്ന് തന്നെ അവന് വലിയൊരു എതിരാളിയുണ്ട് എന്ന കാര്യം കുട്ടികൾ സംസാരിക്കുന്നത് ജംഗ് കേൾക്കുന്നുണ്ട്. ആരാണതെന്ന് ജംഗ് അന്വേഷിക്കുന്ന സമയത്താണ് അവളുടെ ഡെസ്ക് മേറ്റ് ആയ യു ആണ് ആ എതിരാളി. അതും ആ പഠിപ്പ് പയ്യന്റെ എതിരാളി തന്റെ കൂടെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന, ക്ലാസ്സിൽ എപ്പോഴും ഇരുന്ന് അവൾ ഉറക്കം തൂങ്ങി മാത്രം കണ്ടിട്ടുള്ള, പഠിക്കുമെന്ന് അവൾ ഒരു രീതിയിലും പ്രതീക്ഷിക്കാൻ യു ആണെന്ന് അറിയുന്ന ജംഗ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവരൊക്കെ എന്തേ പറയുന്നത്? ഇവൻ പഠിപ്പിയോ? അതും ഫിസിക്സ് ഒളിമ്പ്യാഡിലൊക്കെ മത്സരിച്ച് വിജയിക്കുമെന്ന് ഉറപ്പുള്ള പയ്യനോ? എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അവൾ അന്തം വിടുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുന്ന ടീം അവന് ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനൊക്കെ മണി പോലെ മറുപടി അവൻ പറയും. ഉറക്കമാണെങ്കിലും അവൻ എല്ലാം അറിഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കിയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമാവുന്നുണ്ട്. ഈ ക്യാരക്ടറിലെ വൈരുദ്ധ്യം അവളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഭയങ്കര പഠിപ്പിയ. സാധാരണ പഠിക്കുന്ന പിള്ളേര് തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളെ അവർ പഠനത്തിൽ എന്തെങ്കിലും വീക്ക് ആണെങ്കിൽ സഹായിക്കുകയൊക്കെ ചെയ്യല്ലോ. പക്ഷെ ഇവൻ അങ്ങനെ ഒരു ഹെൽപ്പും അവൾക്ക് ചെയ്യുന്നില്ല. കൂടാതെ അവൻ എപ്പോഴും സംസാരത്തിന്റെ ഇടയിൽ അവൾ വലിയ പഠിപ്പൊന്നും അല്ല, ജസ്റ്റ് എങ്ങനോ ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രം എൻട്രൻസ് പാസ്സായി ഈ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചതല്ല എന്ന രീതിയിൽ ഒരു സംസാരം നടത്തുമ്പോൾ ഇവന്റെ അടുത്ത് നിന്ന് സീറ്റ് മാറി ഇരിക്കണമെന്ന് അവൾക്ക് ഭയങ്കരമായ കലിപ്പ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ യുവിന്റെ കൂടെയുള്ള സീറ്റ് മാറണം എന്നൊരു ചിന്ത ഇപ്പോ ജംഗിനുള്ളത് കൊണ്ട് തന്നെ അവൾ അവനെ പറ്റിയുള്ള കംപ്ലൈന്റ്സ് അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഫ്രണ്ട്സും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം, എത്ര നാൾ അവൻ ഇങ്ങനെ ഷോ കാണിക്കുന്ന അറിയാലോ എന്നൊക്കെ സംസാരിച്ച് നടക്കുമ്പോഴാണ് കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ നടക്കുന്ന ബാസ്കറ്റ് ബോൾ മാച്ച് കാണാനായി ഭയങ്കര എക്സൈറ്റഡ് ആയി ഓടുന്ന കാഴ്ച അവർ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ഇവരും അങ്ങോട്ടേക്ക് തന്നെ ഓടിപ്പോകുന്നു. നോക്കുമ്പോൾ യുവിന്റെ ടീമിന് വേണ്ടി യു നന്നായി തന്നെ പെർഫോം ചെയ്യുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അവൻ നല്ല സ്റ്റൈലായി അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് കണ്ട് കുറച്ചു നേരം അവൾ അങ്ങനെ നോക്കി നിൽക്കുന്നു. ആ കാഴ്ച കാണുന്ന അവളുടെ ഫ്രണ്ട്സ് ഇനി നിനക്ക് സീറ്റ് മാറണോ എന്നിങ്ങനെ അവന് വായി നോക്കി നിൽക്കുന്ന അവളെ കണ്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ഫോട്ടോഗ്രാഫി ഇഷ്ടമായതുകൊണ്ട് തന്നെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറ അവൾ കൊണ്ട് നടക്കാറുണ്ട്. ആ ക്യാമറയിൽ അവന്റെ ഫോട്ടോ അവൾ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ടൈം ഫ്ലാഷ് അടിക്കുന്നത് കൊണ്ട് തന്നെ നന്നായി കളിച്ചിരുന്ന അവൻ ഡിസ്ട്രാക്റ്റഡ് ആവുകയും അവന് ബോൾ കറക്റ്റ് ആ ഒരു ബാസ്കറ്റിനകത്ത് ഇടാൻ സാധിക്കാതെ പോയിന്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആരോ ഫോട്ടോ എടുത്തതിന്റെ ഫ്ലാഷ് അടിച്ചാണ് താൻ ഡിസ്ട്രാക്റ്റഡ് ആയെന്ന് മനസ്സിലാക്കുന്നവൻ ആരാ ഫോട്ടോ എടുത്തതെന്നൊക്കെ ചോദിച്ച് അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ടീം പേടിച്ച് അവൾ അവിടെ നിന്ന് പോകുന്നു. താനാണ് ഫോട്ടോ എടുത്തതെന്ന് അവൻ അറിയരുതെന്ന് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളാണ് എന്ന് മനസ്സിലാക്കുന്നവൻ പിന്നീട് അവളുടെ അടുത്തേക്ക് ചെന്ന് ക്യാമറ വാങ്ങിച്ച് അതിലെ ഫോട്ടോസ്
നോക്കുന്നു. ആഹാ, കുറെ ഉണ്ടല്ലോ എന്റെ ഫോട്ടോസ്. എന്നോട് ചോദിക്കാതെ എന്റെ ഫോട്ടോ എടുത്തതിനും നീ കാരണം എനിക്ക് പോയിന്റ് നഷ്ടപ്പെട്ടതിനും എന്നോട് നീ സോറി പറയണമെന്ന് അവൻ ആവശ്യപ്പെടുമ്പോ അവൾ അതിന് തയ്യാറാവുന്നില്ല. ക്യാമറ തരാനായി പറയുമ്പോ കൊടുക്കാതെ അവൾ ക്യാമറ തട്ടിപ്പറിക്കാനായി നോക്കുന്ന ടീം അവളുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് അവളുടെ സമ്മതം ഇല്ലാതെ തന്നെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ദേഷ്യം വരുന്ന അവൾ ക്യാമറയും പിടിച്ചു വാങ്ങി അവിടെ നിന്ന് സൈക്കിൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവൻ വിടാതെ സൈക്കിളിൽ ഫോളോ ചെയ്യുന്നു. അവൻ സോറി പറയണമെന്നും പറഞ്ഞൊക്കെ പുറകെ നടക്കുന്നതിൽ ദേഷ്യം വരുന്ന അവൾ ഓടിച്ചിരുന്ന സൈക്കിൾ കൊണ്ട് അവനെ ഇടിച്ചിടാൻ നോക്കുമ്പോൾ അവൾ തന്നെയാണ് ബാലൻസ് തെറ്റി താഴെ വീഴുന്നത്. തന്നെ ഇടിക്കാനായി വന്ന് അവൾ ഇങ്ങനെ താഴെ വീണ് മുറിവേറ്റിരിക്കുന്നത് കണ്ട് അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്നൊന്നും വിചാരിച്ചു പോകുന്നില്ല കേട്ടോ. അടുത്തിരുന്ന് മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്താണ് തന്നോടുള്ള ഇഷ്ടക്കേടെന്ന് മനസ്സിലാക്കുന്ന അവൻ കൂടെ ഇരിക്കുന്ന അവളെ ഇനി കൂടുതൽ കെയർ ചെയ്യുമെന്നും അവളെ പഠന കാര്യങ്ങളിൽ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായി സഹായിക്കുമെന്നും അവളോട് പറയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്തുകൊണ്ടും യോഗ്യനായ ഒരു വിദ്യാർത്ഥി, കാണാൻ സുന്ദരൻ, സ്കൂളിൽ പോപ്പുലർ, നന്നായി പഠിക്കും, സ്പോർട്സ് നന്നായി വഴങ്ങും. അങ്ങനെ ആകെ മൊത്തത്തില് ഒരു സംഭവമായ അവനോട് അപ്പോഴേക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രണയം ജെങ്ങിന് തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇപ്പൊ അവൻ കുറച്ച് കൂടുതൽ കെയറോട് കൂടി അവളോട് പെരുമാറുമ്പോൾ ആ പ്രണയം വല്ലാണ്ട് അവളെ വീർപ്പ് പൊട്ടിക്കുന്നുണ്ട്. അവളെ ഈ തോന്നിയ ഇഷ്ടത്തെ പറ്റി അവളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവര് എല്ലാ കൂട്ടുകാരെ പോലെ തന്നെ അവളെ സപ്പോർട്ട് ചെയ്ത് വല്ലാണ്ടങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് അവനെ പ്രണയിക്കാനായി. അവൾ അങ്ങനെ അവനോടുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുവന്ന ടീം അവൻ അവളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്ന രീതിയിൽ ഒരു സൂചനയോ ഒരു റെസ്പോൺസോ അവനിൽ നിന്ന് പക്ഷെ വരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൻ ക്ലാസ്സിൽ വരാതാവുന്നുണ്ട്. ഒരു 2 ദിവസം അവൻ ലീവ് ആകുമ്പോൾ അവൾ ആകെ പേടിക്കുന്നു. അവൻ എന്ത് പറ്റിയെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അവന് ഭയങ്കര വയ്യാഴിക്കാണെന്ന രീതിയിൽ അവൻ തന്നെ അവളുടെ മുന്നിൽ ഒരു കള്ളം പറയുമ്പോൾ അവൾ ആകെ പാനിക് ആവുന്നത് കാണുന്ന അവൻ പേടിക്കണ്ട, വയ്യാത്തൊന്നുമല്ല, ഞാൻ ഫിസിക്സ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ വേണ്ടി 2 ദിവസത്തെ ലീവ് എടുത്തതാണെന്ന് അവളോട് പറയുന്ന ടീമാണ്. അവനൊന്നും കുഴപ്പമില്ലാന്ന് അറിയുമ്പോൾ അവൾക്ക് ആശ്വാസമാകുന്നത്. അവനോട് താൻ കൂടുതൽ കെയർ കാണിക്കുന്നു, അവന്റെ കാര്യത്തിൽ തനിക്ക് ഭയങ്കര ആവലാതി ഉണ്ട് എന്നത് വെച്ച് തന്നെ ഇങ്ങനെ അനാവശ്യമായി ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടുപ്പിച്ച് പൊട്ടം കളിപ്പിക്കേണ്ട കാര്യം അവൻ എന്തിനാണെന്ന് ദേഷ്യം വരുന്ന അവനോട് ആ പേരിൽ 2 ദിവസം പിണങ്ങിയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ആ പിണക്കം കാരണം ഒരേ ഡെസ്കിലാണ് ഇരിക്കുന്നതെങ്കിലും രണ്ടുപേരും തമ്മിൽ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവരുടെ പിണക്കം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരിക്കൽ മാത്സ് ക്ലാസ്സിൽ സാർ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജെങ്ങിന് ആ ഒരു പ്രോബ്ലം മനസ്സിലായില്ലെങ്കിലും അവൾക്ക് അത് കൈ ഉയർത്തി മനസ്സിലായില്ല എന്ന് പറയാനായി ഭയങ്കര ഒരു മടി. അതുകൊണ്ട് അവൾ ഇങ്ങനെ പമ്മി പതുങ്ങിയിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന സാർ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഉറക്കെ കൈ ഉയർത്തി പറയുമ്പോൾ ഇവന് മനസ്സിലാവാഞ്ഞിട്ടല്ല, അവൻ തനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിണക്കത്തിന്റെ ഇടയിലും തന്നെ കെയർ ചെയ്യുന്നു എന്നത് അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി അവൻ കൈ ഉയർത്തുന്നുണ്ട്. അവൾ ആവശ്യപ്പെട്ടിട്ടല്ല, അവൻ തനിയത് അവളുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി ചെയ്യുന്നതാണ്. വളരെ സിമ്പിൾ ആയ ഒരു പ്രോബ്ലം ആണ്. എന്നിട്ടും ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന അവൻ എന്ത് ഇത് മനസ്സിലായില്ല മറ്റുള്ള സാർ അവനെ ഇനി ചുമ്മാ തന്നെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി കൈ വെക്കുന്നതാണോ ഡൗട്ട് എന്ന് പറഞ്ഞെന്ന രീതിയിൽ അവനോട് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ജെങ് കൈ ഉയർത്തിയ ശേഷം മറ്റു ചില കുട്ടികളും കൈ ഉയർത്തുന്നുണ്ട്. ജെങ്ങിനെ പോലെ തന്നെ മനസ്സിലാവാതിരുന്നിട്ടും കൈ ഉയർത്തി ചോദിക്കാനുള്ള മടിക്ക് മിണ്ടാതിരുന്ന കുട്ടികളാണിപ്പോ യുവിന്റെ ധൈര്യത്തിൽ കൈ ഉയർത്തി അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ഏറെ പേർക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കുന്ന സാർ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തനിക്ക് വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന അവനോട് അതിന് താങ്ക്സ് പറയുകയും പിണങ്ങിയിരുന്നതിന് സോറി പറയുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും പിണക്കമൊക്കെ മാറി അവർ നല്ല കൂട്ടാവുന്നു. കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് PTA മീറ്റിംഗ് നടക്കുന്നത്. മീറ്റിംഗിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്ന യുവിന്റെ അമ്മ തന്റെ മകന്റെ ഡെസ്ക് മേറ്റ് ക്ലാസ്സിലൊട്ടും പഠിക്കാത്ത ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി സാറിനോട് ഇഷ്ടക്കേടോടുകൂടി സംസാരിക്കുകയാണ്. യു നന്നായി പഠിച്ച ഒരു കരക്കെത്തിയാലേ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. അവനെ പഠനത്തിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെ ക്ലാസ്സിൽ നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ അല്ലാതെ ഇതുപോലെ പഠിക്കാത്ത പിള്ളേരുടെ കൂടെ ഇരുത്തരുതെന്ന് സാറിനോട് ഒരു റിക്വസ്റ്റ് വെക്കുമ്പോൾ അത് മാറി നിന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട്. ഇതേ ടീം അമ്മ ഇതാണ് സാറിനോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ യു അമ്മയെ മാറ്റാൻ നോക്കുന്നുണ്ട്. അവൻ അമ്മയോട് അവന്റെ ഡെസ്ക് മേറ്റിനെ പറ്റി തിരക്കിയ സമയത്ത് ക്ലാസ്സിൽ നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയാണ് തന്റെ ഡെസ്ക് മേറ്റ് എന്നൊക്കെ മനഃപൂർവ്വം കള്ളം പറഞ്ഞിരുന്നു. കാരണം പഠിക്കാത്ത ഒരു കുട്ടിയുടെ കൂടെ താൻ ഇരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട്. കൂടാതെ ഇവളുടെ കൂടെ ഇരിക്കുന്നത് അവൻ സ്വയം എടുത്ത ഒരു തീരുമാനമായിരുന്നല്ലോ. എന്തായാലും ഈ നടന്ന കോൺവെർസേഷൻ ഗംഗ കേട്ടിരുന്നത് കൊണ്ട് തന്നെ അത് അവൾക്ക് ഭയങ്കര ഇൻസൾട്ട് ആയി മാറിയിരുന്നു. അവൾ അതുകൊണ്ട് തന്നെ അവനോട് പിന്നീട് മൈൻഡ് ആക്കിയില്ല. അവൻ മിണ്ടാനായി ശ്രമിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന അവൾ എന്റെ കൂടെ ഇരിക്കുന്നതെന്ന് നിന്റെ അമ്മയോട് നീ എന്താ പറയാഞ്ഞത്? നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെയാണ് നീ ഇരിക്കുന്നതെന്ന് അമ്മയോട് എന്തിനാ ആദ്യം കള്ളം പറഞ്ഞത്? എന്റെ കൂടെ ഇരിക്കുന്ന അത്ര നാണക്കേടാണെങ്കിൽ എന്നോട് ഇരിക്കേണ്ട, എന്നോട് മിണ്ടണ്ടെന്നൊക്കെ പറഞ്ഞു അവൾ ഷൗട്ട് ചെയ്യുന്ന ടീം അവളോട് ഇതുവരെ പറയാതിരുന്ന അവനെ പറ്റിയുള്ള ഒരു രഹസ്യം അവൻ ആദ്യമായി അവളോട് വെളിപ്പെടുത്തുന്നു. ഞാൻ മുന്നേ പഠിച്ചിരുന്ന ക്ലാസ്സിലും എനിക്ക് അത്ര പഠിക്കാത്ത ഒരു പെൺകുട്ടി ഡെസ്ക് മേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികളൊക്കെ അവളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് അവളെ വലിയ കാര്യമായിരുന്നു. ഞാൻ അവളെ പഠനത്തിൽ സഹായിക്കാൻ കുറെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതറിഞ്ഞ എന്റെ അമ്മ ടീച്ചർമാരുടെ മേലുള്ള പ്രഷർ ചെലുത്തി ആ പെൺകുട്ടിയെ എന്റെ അടുത്ത് നിന്ന് മാറ്റിയിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് മാത്രമാണ് അമ്മയുടെ മറുപടി. എന്തായാലും എനിക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല, എനിക്ക് നിന്റെ കൂടെ ഡെസ്ക് മേറ്റ് ആയിരിക്കാൻ തന്നെയാണ് താല്പര്യം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാതെ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്ന് അവൻ പറയുമ്പോൾ അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവൻ അമ്മയെ പേടിച്ചിട്ടാണ് ആദ്യം കള്ളം പറഞ്ഞത്, അല്ലാതെ തന്റെ കൂടെ ഇരിക്കുന്നത് പറയാനുള്ള നാണക്കേട് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് അവനോടുള്ള ദേഷ്യം മാറുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്താണ്
ഇവർക്കൊരു ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ വരുന്നത്. നമ്മുടെ ക്ലാസ് എന്തെങ്കിലും പ്രൈസ് നേടണം, നമ്മുടെ ക്ലാസ് ഒട്ടും മോശമല്ലാന്ന് എല്ലാവരുടെ മുന്നേ പ്രൂവ് ചെയ്യണമെന്ന് ക്ലാസ് ടീച്ചർ പ്രത്യേകം കുട്ടികളോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ചൊരു ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ഒന്നും സെറ്റ് ആയില്ല. ഇതിന്റെ ഇടയിൽ ഒരു പയ്യൻ മഴയത്ത് ഗിറ്റാറൊക്കെ പിടിച്ച് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അവന്റെ പ്രണയം അറിയിക്കുന്ന രീതിയിലാണ് അവൻ ആ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അത് കണ്ട് കുട്ടികളെല്ലാം അന്തം വിട്ട് നോക്കിയിരിക്കുമ്പോൾ സെക്യൂരിറ്റീസ് എന്ന പയ്യനെ തല്ലി അകത്ത് കയറ്റാനായി നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഓടി ചെല്ലുന്ന സെക്യൂരിറ്റീസിനെ പിടിച്ചു മാറ്റി ആ പയ്യനോട് എന്തോ ഒന്ന് പറഞ്ഞിരുന്നു. എന്തായാലും പിന്നീട് അവനും ഇവരുടെ കൂടെ നന്നായി തന്നെ മത്സരത്തിന്റെ പ്രാക്ടീസിനൊക്കെ കൂടി നന്നായി പാട്ട് ഇവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുത്ത് ആ മത്സരത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോട് കൂടി വിജയിക്കണമെന്നൊരു ആറ്റിറ്റ്യൂഡിൽ പങ്കെടുത്ത് പാട്ട് പാടുന്നു. യുവും മുൻനിരയിൽ തന്നെ പാട്ട് പാടാനുണ്ടായിരുന്നു. കോറസ് പാടുന്നവരുടെ കൂട്ടത്തിൽ ഗംഗും ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ അവർ ഫസ്റ്റ് പ്രൈസ് ഒന്നും അടിച്ചില്ലെങ്കിലും അവരുടെ പെർഫോമൻസും അവരുടെ അടുത്ത ആ ഒരു എഫേർട്ടും ഒക്കെ തന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും അല്ലാന്ന് കരുതിയ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഒന്നിച്ച് ഇങ്ങനെ നല്ലൊരു പെർഫോമൻസ് കിട്ടിയത്. എന്തായാലും ആ പാട്ട് മുൻനിരയിൽ നിന്ന് പാടുന്ന സമയത്തെല്ലാം അവൻ തനിക്ക് വേണ്ടി അത് പാടുന്ന കണക്കൊരു ഫീൽ ആയിരുന്നു അവനോട് താല്പര്യമുണ്ടായിരുന്ന ഗംഗിന് മനസ്സിലുടനീളം ഉണ്ടായിരുന്നത്. അങ്ങനെ രസകരമായി ദിവസങ്ങൾ കടന്നു പോകുന്നു. അവരുടെ ഹൈസ്കൂളിന്റെ 1ാം വർഷം വളരെ പെട്ടെന്ന് അങ്ങനെ അവസാനിച്ച് അവർ സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുന്നു. സെക്കൻഡ് ഇയറിലാണ് അവരൊരു സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്. വീട്ടിൽ നിന്ന് അത്ര നന്നായി പഠിക്കാത്ത ഗംഗ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്താൽ മതിയെന്ന ഒരു അഭിപ്രായമായിരുന്നു അവൾക്ക് ലഭിക്കുന്നത്. അത്ര നന്നായി പഠിക്കാത്തതിന് പുറമെ പെൺകുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഹ്യൂമാനിറ്റീസ് സ്ട്രീം പഠിച്ച ശേഷമുള്ള ജോലിയിലാണ്. അത് മതിയെന്ന് വീട്ടുകാർ പറയുമ്പോൾ എന്തായാലും നന്നായി പഠിക്കുന്ന പയ്യന, അവൻ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ സാധ്യതയില്ല, അവൻ സയൻസ് ആയിരിക്കും എടുക്കുന്നത്, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്താൽ വേറെ സ്ട്രീം എടുക്കുന്ന അവനെ ഞാൻ മിസ് ചെയ്യില്ലേ, എനിക്ക് അവനെ കാണാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ അവൾ ഭയങ്കര നിരാശയിലാവുന്നുണ്ട്. അവൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായി കഴിയുന്നില്ല. അങ്ങനെ ഒടുക്കും അവൾ രണ്ടും കൽപ്പിച്ച് സയൻസ് എടുക്കുന്നുണ്ട്. തന്നെ പ്രൂവ് ചെയ്യാനും താൻ ഇഷ്ടപ്പെടുന്നവനെ മിസ് ചെയ്യാതിരിക്കാനുമുള്ള അവസരമായിട്ട് അവൾ അതിനെ കാണുന്നുണ്ട്. അവൾ സയൻസ് എടുത്ത് അങ്ങനെ ക്ലാസ് റൂമിൽ അവന്റെ തന്നെ ഡെസ്ക് മേറ്റ് ആയി വരുമ്പോൾ യുവിനും അത് ഭയങ്കര അമ്പരപ്പായിരുന്നു. അവൾ ഒരിക്കലും സയൻസ് എടുത്ത് വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എത്തുന്നവൾ അവന്റെ ഡെസ്ക് മേറ്റ് ആയി തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്നും നമ്മൾ ഒന്നിച്ചായിരിക്കണം ഇരിക്കുന്നത്, നീ വേണം എന്നെ നന്നായി പഠിപ്പിക്കാൻ, ഈ ഹൈസ്കൂൾ കഴിഞ്ഞ് എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നെ നന്നായി പഠിപ്പിക്കണം, സയൻസ് എടുത്തത് നിനക്ക് വേണ്ടിയാണെന്നൊക്കെ അവൾ അവനെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. സ്നേഹം കൊണ്ടുള്ള ഒരു തരം ഭീഷണിപ്പെടുത്തൽ. അങ്ങനെ അവന്റെ സപ്പോർട്ടോടു കൂടി അവൾ പിന്നീട് അങ്ങോട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനായി തുടങ്ങുന്നു. പഠനം വലിയ ഇഷ്ടമില്ലാതിരുന്ന അവൾ വരുന്ന ഈ ഒരു മാറ്റമൊക്കെ തന്നെ വീട്ടുകാരെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠനം മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഈ ഫ്രണ്ട്സിന്റെ കൂടെ യുവും ജംഗും ഒരു ട്രിപ്പിന് പോകുന്നുണ്ട്. അവരവിടെ വെച്ച് രണ്ടുപേരും ഒന്നിച്ചൊരു മരം നടുകയും ആ മരത്തിൽ രണ്ടുപേരുടെയും പേര് കൊത്തിവെക്കുകയും ചെയ്യുന്നു. ഈ മരം വലുതായി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളും മുന്നോട്ട് നന്നായി പോകുമെന്ന് അവർ പരസ്പരം ആശംസിക്കുന്നു. അങ്ങനെ ഇവരുടെ ഈ ഒരു സെക്കൻഡ് ഇയറും അവസാനിച്ച് എൻട്രൻസ് എക്സാമിന്റെ സമയമാവുന്നുണ്ട്. കുട്ടികളെല്ലാം തന്നെ ഇനിയിപ്പോ പല വഴിക്ക് പിരിഞ്ഞു പോകുന്നതിന്റെ സങ്കടത്തിലൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ എക്സാമിന് മുന്നേ അവൾ അവന്റെ കയ്യിൽ അവരുടെ വിശ്വാസപ്രകാരം ലക്കിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം ടാറ്റു കണക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ടാറ്റു അല്ല, സ്കെച്ചും കൊണ്ട് വരയ്ക്കുന്നതാണ്. കൂടാതെ അവന് ബെസ്റ്റ് ലക്ക് വിഷ് ചെയ്യുന്ന അവൾ നന്നായി എക്സാം എഴുതി അവൻ പാസ്സായി നല്ല മാർക്ക് മേടിച്ച് അവൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണമെന്നും അവന്റെ കൂടെ തന്നെ അവൾക്ക് പഠിക്കാൻ സാധിക്കണമെന്നും ആഗ്രഹം അവിടെ പങ്കുവെക്കുന്നു. അങ്ങനെ എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് കണ്ടുമുട്ടാവുന്ന വാക്ക് നൽകിയാണ് എക്സാമിന് ശേഷം അവർ പിരിയുന്നത്. പക്ഷേ ആ ഒരു ടൈം റിസൾട്ട് വരുമ്പോൾ അവനെ കാണാനേ അവൾ കാത്തു നിന്നിട്ടും അവൻ വന്നതേയില്ല. അന്ന് വന്നില്ല എന്ന് മാത്രമല്ല, പിന്നീട് അവനെ പറ്റി ഒരു വിവരവും അവൾക്ക് ഉണ്ടായിരുന്നില്ല. കുറേ അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. അവൻ വിദേശത്ത് എവിടെയോ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ പോയെന്നാണ് അവൾ പിന്നീട് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞത്. അല്ലാതെ അവനെ നേരിൽ കണ്ടതേയില്ല. അങ്ങനെ ഒരു 6-7 വർഷങ്ങൾ കടന്നു പോകുന്നു. ഇപ്പൊ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് താൻ ഇഷ്ടപ്പെടുന്ന ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നല്ലൊരു കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗംഗ. അങ്ങനെ ഇരിക്കെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ റീയൂണിയൻ നടക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന അവൾ അവിടെ വെച്ച് വർഷങ്ങൾക്കിപ്പുറം യുവിനെ കാണുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല. അതെ, അവിടെ വെച്ച് വളരെ യാദൃശികമായി അവൾ അവനെ കാണുന്നു. വർഷങ്ങൾ കുറെ കഴിഞ്ഞ് അന്ന് ഒരു വിവരവും ഇല്ലാതെ വരാന്ന് പറഞ്ഞു പോയി അവൻ ഇപ്പൊ കാണുമ്പോൾ അവൾ ആകെ അമ്പരക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ലാസ്റ്റ് കണ്ടപ്പോ അവൾ ഒരു സ്കെച്ചും കൊണ്ട് ലക്കിന്റെ ടാറ്റു വരച്ചിരുന്നല്ലോ, അത് ഇപ്പൊ പെർമനന്റ് ആക്കി അവൻ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കാണുന്ന അവൾക്ക് അവന് തന്നോട് താല്പര്യമുണ്ടോ, എന്നിട്ട് എന്തുകൊണ്ട് അവൻ തന്നിൽ നിന്ന് ഇങ്ങനെ അകലുന്നു, എവിടെയായിരുന്നു അവൻ ഇത്രയും നാള് എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും തന്നെ ഇപ്പോഴും അവളോട് പറയാതെ അവൻ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് അവനിൽ നിന്നല്ലെങ്കിലും കാര്യങ്ങൾ അവൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എക്സാമിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുന്നേ ഒരു കാലയളവുണ്ടല്ലോ, ആ ഒരു ടീം യുവിന്റെ അമ്മയ്ക്ക് വയ്യാഴിക വരികയും അവന് പിന്നീട് തുടർന്ന് പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ജോലിക്ക് പോവുകയും ചെയ്യേണ്ടി വന്നു, അമ്മയുടെ ചികിത്സയ്ക്കും മറ്റുമായി. അങ്ങനെ ലൈഫിൽ ഒന്നും ആവാതെ അവനിപ്പോ അമ്മയുടെ ചികിത്സയും അതിനുവേണ്ടി കാശ് സമ്പാദിക്കുന്ന നെട്ടോട്ടത്തിലും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യു അവളുടെ കോളേജ് പഠനവും അതിനുശേഷം കരിയറും ഒക്കെ നല്ല രീതിയിൽ പോകുമ്പോൾ നന്നായി ഒന്നും ആവാൻ തനിക്ക് സാധിച്ചിട്ടില്ല, താൻ ലൈഫിൽ എവിടെയും എത്തിയിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ അവളുടെ മുന്നിൽ പോകാനുള്ള ധൈര്യം ഇല്ലാതെ മനഃപൂർവ്വം അവൻ മാറി നിന്നതായിരുന്നു. അവൾ അവൻ അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെ അവൻ വിദേശത്ത് പഠിക്കാൻ
പഠിക്കാൻ പോയെന്ന് അവളുടെ മുന്നിൽ ഒരു കള്ളം പറഞ്ഞായിരുന്നു അവൾ തന്നെ മറക്കാനും മൂവ് ഓൺ ചെയ്യാനും ഒക്കെ. പക്ഷെ അവൾ ഇപ്പോഴും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും തന്നെ പറ്റിയുള്ള സത്യങ്ങളും സാഹചര്യങ്ങളും അവളോട് തുറന്ന് പറഞ്ഞ് സംസാരിക്കാൻ അവന് വല്ലാത്തൊരു നാണക്കേട് മടിയൊക്കെ ഉണ്ട്. അവളാകട്ടെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവന്റെ അമ്മ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അമ്മ ഡിസ്ചാർജ് ആയിരുന്നു. അവൾ വേഗം തന്നെ അവന്റെ കോൺടാക്ട് നമ്പർ തപ്പിയെടുത്ത് അവനെ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞുവെന്നും അവളിൽ നിന്ന് ഓടി ഒളിക്കേണ്ടെന്നും അവൾ ഏത് സാഹചര്യത്തിലും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നും പറയുമ്പോൾ ഒരിക്കലും അവൻ ഇനി പഴയ കണക്ക് അവളുടെ മുന്നിൽ വരാൻ കഴിയില്ല. അവൾ പണ്ട് കണ്ട അവളുടെ ആ ഒരു ക്ലാസ്മേറ്റ് അല്ല അവനിപ്പോ ലൈഫിൽ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഈഗോ അടിച്ച് സംസാരിക്കുമ്പോൾ അവൾ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവനാണെന്നും അതുകൊണ്ട് തന്നെ അവൻ ഏത് സാഹചര്യത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ അവൾ തയ്യാറാണെന്നും അവൾ അവനോട് ആവർത്തിക്കുന്നു. അങ്ങനെ അവളുടെ കോളിന് ഒരു നല്ല റെസ്പോൺസ് നൽകാതെ അവൻ കട്ട് ചെയ്ത് ഇഗ്നോർ ചെയ്യുമ്പോൾ അവൾ വളരെ സങ്കടത്തിൽ അവനെയും അമ്മയും കാണാനായി ഹോസ്പിറ്റൽ വരെ യാത്ര ചെയ്താണല്ലോ വന്നത്. ഇപ്പൊ അവിടെ നിന്ന് തിരിച്ച് കാറിൽ മടങ്ങി പോകുന്ന ടീം പ്ലേ ചെയ്തിരുന്ന റേഡിയോയിൽ ഒരു ഫേമസ് സിംഗറിന്റെ ഇന്റർവ്യൂ കേൾക്കാം. ആ ഫേമസ് സിംഗർ മറ്റാരും അല്ല, അന്ന് ഇവർ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് മഴയത്ത് ഗിറ്റാറൊക്കെ പിടിച്ചൊരു പയ്യൻ പാട്ട് പാടിയിരുന്നില്ല, സെക്യൂരിറ്റീസ് തല്ലാനായി ഓടിച്ച അതേ പയ്യനാണ്. സിംഗർ ആവാനുണ്ടായിരുന്ന ആ ഒരു പ്രചോദനത്തെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ആ പയ്യൻ പറയുന്നത് പണ്ട് സ്കൂളിൽ മഴയത്ത് അവൻ പാട്ട് പാടിയപ്പോ സെക്യൂരിറ്റീസും അധ്യാപകരും ഒക്കെ അവനെ തല്ലാനായി ഓടിച്ചിരുന്നു. ആ ഒരു ടൈം അവന്റെ സഹപാഠിയായ ഒരു പയ്യനാണ് അവനെ ഹെൽപ്പ് ചെയ്തതെന്നും സ്റ്റേജിൽ പാട്ട് പാടാനായി ആ പയ്യൻ അവനെ ക്ഷണിച്ചുവെന്നും ആ ഫ്രണ്ടിന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സ്റ്റേജിൽ അവന് പാട്ട് അവതരിപ്പിക്കണം, പക്ഷെ അതിന് ഒറ്റയ്ക്ക് കഴിയില്ല, ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് തന്നെ വിളിച്ചതെന്നും അതുവരെ തന്റെ പാട്ടിനെ ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ആദ്യമായി തന്നെ പാട്ടിന്റെ പേരിൽ ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ്. അന്ന് ആ പയ്യൻ തന്ന ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ ആദ്യമായി സ്റ്റേജിൽ അന്ന് പെർഫോം ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതാണ് എന്റെ പാഷൻ, ഇതാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതെന്നെല്ലാം ആ പയ്യൻ പറയുന്ന ടീമാണ്. അന്ന് ഇവനെ സഹായിച്ചത് യു ആണല്ലോ. യു അന്ന് സ്റ്റേജിൽ പാടിയപ്പോ ആ പാട്ട് കേട്ട തനിക്ക് അവനത് തനിക്ക് വേണ്ടി പാടുന്ന കണക്ക് ഒരു ഫീൽ വന്നിരുന്നു. അപ്പൊ അത് വെറും ഫീൽ അല്ല, അവൻ ആക്ച്വലി തനിക്ക് വേണ്ടി തന്നെയാണ് അന്നും ആ പാട്ട് പാടിയിരുന്നതെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ അവൻ വളരെ പണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു എന്ന് വ്യക്തമാവുന്ന അവൾ വേഗം തന്നെ ഇവർ ഒന്നിച്ച് പഠിച്ച കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് അവന്റെ നമ്പറിലേക്ക് അയക്കുന്നു. ഒപ്പം അവൻ അവളെ ഇഷ്ടപ്പെടുന്നുവെന്നും അവനായി അവൾ കാത്തിരിക്കുന്നുവെന്നും ഒരു മെസ്സേജ് അയക്കുന്നു. ഇവർ ഒന്നിച്ച് മരം നട്ട ആ സ്ഥലത്തേക്കാണ് അവൾ അങ്ങനെ അവനെ കാണാനായി പോകുന്നത്. അവൾ അയച്ച മെസ്സേജും ഫോട്ടോസും ഒക്കെ കാണുന്ന അവളെ അങ്ങനെ വിട്ടുകളയാൻ തനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ അവർ ഒന്നിച്ച് നട്ട ആ മരം ഇപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അന്ന് അവർ കൊത്തിവെച്ച അവരുടെ പേര് ഇന്ന് ആ മരത്തിലുണ്ട്. അത് കാണുന്നവർ ഇനി ഒരിക്കലും പിരിയരുതെന്ന് പരസ്പരം ഈ ഇഷ്ടം ഇതേപടി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ച് അവിടെ ഒന്നിക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.